ഹായ് എവരിവൺ, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 9ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 7ാം ക്ലാസ്സിലെ SCRT ബുക്ക് തന്നെയാണ് ഇന്നും പഠിക്കുന്നത്. 7ാം ക്ലാസ് ഒരുപാട് പഠിക്കാനുള്ളതാണ്. 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സുമാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം. മിതവാദ ദേശീയതയുടെ കാലഘട്ടമാണ് ചോദിച്ചത്. നമുക്കറിയാവുന്നതാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടമുണ്ട്, അതുപോലെ തന്നെ തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടമുണ്ട്. ഓക്കെ, അതിൽ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 തൊട്ട് 1905 വരെയാണ്. 1885 തൊട്ട് 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടമാണ് ചോദിച്ചത്. തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടമാണ് നെക്സ്റ്റ് ചോദിച്ചത്. ആൻസർ എന്താണ് വരിക? 1905 മുതൽ 1920 വരെയാണ് തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 തൊട്ട് 1905 വരെയാണ്. 1905 തൊട്ട് 1920 വരെ തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ മിതവാദ നേതാക്കളിൽ പെടാത്തത് ആര് എന്നാണ് ചോദിച്ചത്. താഴെ കൊടുത്തവയിൽ മിതവാദ നേതാക്കളിൽ പെടാത്തത് ആര്? ആരുടെയൊക്കെ പേരുകളാണ് കൊടുത്തത് നോക്കാം. ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തിയാബ്ജി, ബിപിൻ ചന്ദ്രപാൽ. ഇതിൽ ആദ്യം കൊടുത്ത 3 പേരും മിതവാദ നേതാക്കളാണ് അല്ലേ? അപ്പോൾ മിതവാദ നേതാക്കളിൽ പെടാത്തത് ഇവിടെ ഉള്ളത് ബിപിൻ ചന്ദ്രപാലാണ്. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയും ദാദാഭായ് നവറോജിയും ബദറുദ്ദീൻ തിയാബ്ജിയും എല്ലാം മിതവാദ നേതാക്കളിൽ പെടുന്നതാണ്. തീവ്ര ദേശീയ നേതാക്കളിൽ പെടുന്നവരാണ് ബിപിൻ ചന്ദ്രപാൽ. ഇനി നെക്സ്റ്റ് നോക്കാം. ചോർച്ചാ സിദ്ധാന്തം രൂപീകരിച്ചത്. ചോർച്ചാ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചത്. ചോർച്ചാ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം രൂപീകരിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ബംഗാളാണ് അല്ലെ? ബംഗാളാണ് ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. ഇത് ആരുടെ വാക്കുകളാണ്? റിസ്ലെയുടെ വാക്കുകളാണിത്. റിസ്ലെയുടെ വാക്കുകളാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞത് റിസ്ലെയാണെന്ന് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് നോക്കാം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആര് എന്നാണ് ചോദിച്ചത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കേഴ്സൺ പ്രഭുവാണ് അല്ലെ? കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൺ പ്രഭുവാണ്. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ച കാര്യമാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടന്ന വർഷമാണ് ചോദിച്ചത്. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905 ആണ്. ഓക്കെ, 1905 ബംഗാൾ വിഭജനം നടന്നത്. ഇനി നെക്സ്റ്റ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. ആരുടെ വാക്കുകളാണിത്? രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണിത്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇതാരുടെ വാക്കുകളാണ്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ
തീവ്ര ദേശീയ നേതാക്കളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ തീവ്ര ദേശീയ നേതാക്കളിൽ പെടാത്തത് ഏത്? ആരൊക്കെയാണ് കൊടുത്തത്? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ഫിറോസ് ഷാ മേത്ത, ലാല ലജ്പത് റായ്. ഇതിൽ നമുക്കറിയാം തീവ്ര ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ലാൽ, ബാൽ, പാൽ അല്ലെ. ലാൽ എന്ന് പറഞ്ഞാൽ ലാല ലജ്പത് റായ്, ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്ര പാൽ. ഇവരാണ് തീവ്ര ദേശീയ നേതാക്കള്. അപ്പൊ അതിൽ പെടാത്തതാരാള്? ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്ത എന്ന് പറയുന്നത് മിതവാദ ദേശീയതയുടെ നേതാവാണ് ഫിറോസ് ഷാ മേത്ത. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര്? ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. മറാത്ത, കേസരി എന്ന പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? അതും ബാലഗംഗാധര തിലകാണ്. ഓക്കെ, മറാത്ത, കേസരി എന്ന പത്രങ്ങൾ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. മറാത്ത എന്ന് പറയുന്ന പത്രം ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇംഗ്ലീഷ് ഭാഷയിലാണെന്ന് പറയാം. ഓക്കെ, മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ്. കേസരി എന്ന് പറയുന്ന പത്രം മറാത്ത ഭാഷയിലാണ്. ഓക്കെ, മാറിപ്പോകരുത്. മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിൽ, കേസരി എന്ന് പറയുന്ന പത്രം മറാത്ത ഭാഷയിലാണ്. ആരുടെ പത്രമാണിത്? ബാലഗംഗാധര തിലകിന്റെ പത്രമാണ്. നെക്സ്റ്റ് നോക്കാം. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷമാണ് ചോദിച്ചത്. സർവേന്ത്യ, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1906. ഓക്കെ, ബംഗാൾ വിഭജനം നടന്നത് 1905. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച സ്ഥലം എവിടെ വെച്ചാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്? ധാക്കയിൽ വെച്ചാണ്. ധാക്കയിൽ വെച്ചാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് 1906. ഇനി നെക്സ്റ്റ്, സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആരാണ്? നവാബ് സലീമുള്ള ഖാൻ, ആഗാ ഖാൻ. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. അപ്പം ഇവിടെ ആൻസർ വരിക ഇവർ രണ്ടും എന്നാണ്. ആരൊക്കെയാണ്? നവാബ് സലീമുള്ള ഖാൻ, ആഗാ ഖാൻ എന്നിവരാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൺഗ്രസിന്റെ സൂറത്ത് പിളർപ്പ് നടന്ന വർഷം. കോൺഗ്രസിന്റെ സൂറത്ത് പിളർപ്പ് നടന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. ഏത് വർഷമാണ്? 1907. ഓക്കെ, 1907. ഇപ്പോൾ ഓർത്തു വെക്കാൻ വളരെ സുഖമാണ്. 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ് രൂപീകരണം, 1907 സൂറത്ത് പിളർപ്പ്. അതായത് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ വർഷമാണ് 1907 അഥവാ സൂറത്ത് പിളർപ്പ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ആനി ബസന്ത് ആണ്. ഓക്കെ, ആനി ബസന്ത് ആണ് മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. അതാരാണ്? ബാലഗംഗാധര തിലകാണ്. ഓക്കെ, അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രണ്ട് നേതാക്കളാണുള്ളത്. ആനി ബസന്ത്, ബാലഗംഗാധര തിലക്. ആനി ബസന്ത് എവിടെയാണ്? അടയാറാണ്, മദ്രാസിനടുത്തുള്ള അടയാറ്. ബാലഗംഗാധര തിലക് പൂനെ കേന്ദ്രീകരിച്ചാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. നെക്സ്റ്റ് നോക്കാം. മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു എന്നാണ് ചോദിച്ചത്. മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു? KP കേശവ മേനോനായിരുന്നു. ഓക്കെ, KP കേശവ മേനോനായിരുന്നു മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം. KP കേശവ മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആനി ബസന്തിന്റെ മാതൃരാജ്യം ഏതാണെന്നാണ് ചോദിച്ചത്. ആനി ബസന്തിന്റെ മാതൃരാജ്യം ഏതാണ്? അയർലാൻഡ് എന്നതാണ് ആൻസർ. ആനി ബസന്തിന്റെ മാതൃരാജ്യം അയർലാൻഡ് ആണ്. ഓക്കെ, അയർലാൻഡ് ആണ് ആനി ബസന്തിന്റെ മാതൃരാജ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് ചോദിച്ചത്. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്
1916 ഓക്കെ 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് ആരംഭിച്ചത് 1906 അതിന്റെ 10 വർഷങ്ങൾക്ക് ശേഷം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്നാണ് ചോദിച്ചത്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ലക്നൗ സമ്മേളനം നടന്ന വർഷമാണ് ചോദിച്ചത്. ഏത് വർഷത്തിലാണ് ലക്നൗ സമ്മേളനം നടന്നത്? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ലക്നൗ സമ്മേളനം നടന്നത് 1916 ഓക്കെ, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും 1916 ലക്നൗ സമ്മേളനം നടന്നതും 1916 ഇപ്പൊ പ്രധാനമായും നമ്മൾ പഠിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ്? 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ് രൂപീകരണം, 1907 സൂറത്ത് പിളർപ്പ്, 1916 ഹോം റൂൾ പ്രസ്ഥാനം, 1916 തന്നെ ലക്നൗ സമ്മേളനം, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം. അപ്പൊ നമ്മൾ ഇന്ന് 24ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇന്ന് പഠിച്ചത് മാത്രം പ്രാക്ടീസ് ചെയ്യാതെ ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സിൻ്റെതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇന്ന് പഠിച്ചത് നിങ്ങൾ 3-4 തവണ പ്രാക്ടീസ് ചെയ്തതാണെങ്കിൽ ഇന്നലെയും മെനയാന്നും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരു തവണെങ്കിലും ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം മറന്നു പോകും. പറ്റുന്ന അത്രയും തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. SCRT ബുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.